സ്രാവ് മീൻകറിയാട്ടോ. ഇത് ഒരു ബാച്ചിലർ സ്പെഷ്യലാണ്. ഇന്ന് നമ്മുടെ കറി ഉണ്ടാക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് മുല്ലേട്ടനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് ചെറുതായിട്ടൊക്കെ ലാഗിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചോളാം. പിന്നെ ഇത് വാളംപുളി ചേർത്തിട്ടുള്ള നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പ രീതിയിലുള്ള ഒരു മീൻകറിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പിന്നെ അപ്പത്തിൻ്റെ കൂടെയും പുട്ട്, ഇടിയപ്പം, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കറിയാട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചട്ടി ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 4 വെളുത്തുള്ളി കുഞ്ഞിതായിട്ട് അരിഞ്ഞത്, ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കുഞ്ഞിതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, 15 ചെറിയ ഉള്ളി നെടുകെ കീറിയത്, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നല്ല വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വരണം. ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ നിറായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി കുഞ്ഞിതായിട്ട് അരിഞ്ഞത്, മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഈ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റണം. നമ്മൾ ചേർത്തിങ്ങനെ പൊടികളെല്ലാം വഴന്നിട്ട് ഇതിന്ന് വെളിച്ചെണ്ണ പുറത്തേക്ക് വരണം. ഇതിപ്പോൾ ഇങ്ങനെ വഴന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളി ചേർക്കാം. അപ്പോൾ ഞാൻ വാളംപുളി എടുത്തിരിക്കുന്നത് വെള്ളത്തിൽ കുതിർത്തിട്ട് പിഴിഞ്ഞെടുത്താണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ഞാനൊരു 1.5 കപ്പ്, 1 കപ്പ് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം നമ്മൾ പുളി പിഴിഞ്ഞ് ഒഴിക്കാനും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ടോട്ടൽ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. എപ്പോഴും മീനിൻ്റെ കഷ്ണങ്ങൾ ചേർക്കുമ്പോൾ ഗ്രേവി നന്നായി തിളച്ചതിന് ശേഷം വേണം ചേർക്കാനായിട്ട്. മീൻ കഷ്ണങ്ങൾ വേകാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, 4-5 മിനിറ്റ് മതി മീൻ കഷ്ണങ്ങൾ വേകാനായിട്ട്. നമ്മൾ ആദ്യമേ തന്നെ മീൻ കഷ്ണങ്ങൾ ചേർക്കുകയെന്നുണ്ടെങ്കിൽ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാം. ഇതൊരു 1/4 കിലോ സ്രാവാട്ടോ. അത് ഞാനിത് മസാല പുരട്ടി വെച്ചിരിക്കുകയായിരുന്നു. കുറച്ച് മുളക് പൊടിയും കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാം. നന്നായി തിളച്ച് ഇത് കുറുകിയിട്ടുണ്ട്. അപ്പോഴാണ് ഇത് ചേർക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ മീൻ കഷ്ണങ്ങൾ ആദ്യം ചേർക്കരുതെന്നുള്ളത്. ഇനി ഈ കഷ്ണങ്ങൾ ഇതിൽ കിടന്നിട്ട് ഒന്ന് തിളക്കട്ടെ. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ ഒന്ന് വേവിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ കറി നല്ല തിക്കാകുകയും ചെയ്തിട്ടോ. ഇതുപോലെ ഇരിക്കണം കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ ബാച്ചിലർ സ്പെഷ്യലായിട്ടുള്ള സ്രാവ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കറി കേട്ടോ. ഇപ്പോൾ ഇതിന് ചൂടുണ്ട്, തണുത്ത് കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടെ തിക്കാവും ഇത്. അപ്പോൾ നമ്മുടെ സ്രാവ് മീൻകറി കണ്ടില്ലേ? മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും ഇത് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ 2 മണിക്കൂറിന് ശേഷമൊക്കെ ആ മീൻകറി എടുക്കുമ്പോഴത്തേക്കാണ് ആ മീനിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.